വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതുപോലെ നമ്മൾ സാധാ സൈക്കിൾ നമ്മൾ ഇലക്ട്രിക് സൈക്കിളാക്കി മാറ്റി അതെങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ഫീഡ്ബാക്കും അതുപോലെ തന്നെ മോട്ടറും ബാക്കിയുള്ളതെല്ലാം ഈ സൈക്കിളിൽ ഫിക്സ് ചെയ്യുന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പം ഇതിൻ്റെ സ്പീഡ് അത്യാവശ്യം നമുക്ക് ഇപ്പം സ്കൂട്ടറൊക്കെ ഉപയോഗിച്ച് പോകുന്ന പോലെ തന്നെ അത്രയും സ്പീഡല്ല, ഒരു നോർമൽ രീതിയിൽ നമുക്ക് സിറ്റി കൂടെ ആണെങ്കിലും കുറച്ചൊരു കുന്നിൻ പ്രദേശമൊക്കെ ആണെങ്കിലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഞാനിത് അങ്ങനെയാണ് ഒരു ഡിസൈൻ ചെയ്തത്. ഞാനിത് ഒരു 1000 വാട്ട്സിൻ്റെ മോട്ടറാണ് ഇതിൽ വെച്ചത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം 2 ആൾ വെച്ച് പോയാൽ പോലും ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യമായിട്ട് വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ വേറെന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് സൈക്കിളിൽ പോകുമ്പോൾ നമുക്ക് ഇപ്പം കയറ്റമൊക്കെ ആണെങ്കിൽ വലിയ കയറ്റമൊക്കെ ആണെങ്കിൽ മുകളിലെത്തുമ്പോൾ ഇപ്പം നമ്മൾ മുമ്പിലാണ് ഇതിൻ്റെ മോട്ടർ വെച്ചേക്കണേ. അപ്പം മുമ്പിൽ വെച്ചുകൊണ്ട് ഫ്രണ്ട് വീലിലാണ് ഇത് വെച്ചേക്കണേ. അപ്പം ആ ഫ്രണ്ട് വീലിൽ വെച്ചതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് ഏറ്റവും ടോപ്പ് ഓഫ് കയറ്റത്തിൻ്റെ ടോപ്പിലൊക്കെ ആകുമ്പോൾ ഒന്ന് ചവിട്ടി കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് വീലിന് കൂടി ഒന്ന് ഒരു പിടുത്തമുണ്ടാവും, അങ്ങനെ ചവിട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ബാക്ക് വീലിൽ മോട്ടർ വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചത് ഫ്രണ്ട് വീലിലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് ബാറ്ററി നമ്മൾ നോക്കുമ്പം 7 AH മുതൽ 20 AH വരെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തത് 20 AHൻ്റെ ബാറ്ററിയാണ്. 20 AHൻ്റെ ബാറ്ററി 48 വോൾട്ടാണ്. 48 വോൾട്ടിൻ്റെ മോട്ടറാണ് ഇവിടെ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 48 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ 20 AH ആണ്. 20 AH ശരിക്കും എനിക്കൊരു 40 കിലോമീറ്റർ 45 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. 45 ഒറ്റ ചാർജിൽ തന്നെ 45 കിലോമീറ്റർ ഈ കുന്നിൻ പ്രദേശത്തു കൂടി കിട്ടുന്നുണ്ട്. അപ്പം നിരന്ന സ്ഥലമാകുമ്പോൾ ഏകദേശം അതിൻ്റെ ഡബിളായിട്ട് കിട്ടും. കാര്യം കയറ്റം കയറുമ്പോൾ ഒക്കെ നന്നായിട്ട് ഇതിന് പവർ എടുക്കുന്നുണ്ട്. നമുക്ക് ആ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും എത്ര പവർ എടുക്കുന്നുണ്ട്, എത്ര വാട്ട്സ് എടുക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യണതെന്നൊക്കെ നോക്കാം. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് ആണ് ഒരു വിഷയം. പിന്നെ ആൾക്കാർക്കൊക്കെ പ്രൈസിങ്ങിൻ്റെ ഒരു കാര്യം ചോദിച്ചായിരുന്നു. ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് എത്രയാവും എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതൊരു 12,000 രൂപ മുതൽ ചെയ്യാൻ പറ്റും. ഞാൻ 1000 വാട്ട്സിൻ്റെതും 20 AH ബാറ്ററിയൊക്കെ ആകുമ്പം ബാറ്ററിക്ക് നല്ല വിലയുണ്ട്. ലിഥിയം അയൺ ബാറ്ററി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല വില വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 30 രൂപയ്ക്ക് മേലെയായി, 30,000ൻ്റെ മുകളിൽ ഇതിന് ചിലവായിട്ടുണ്ട്. നേരെ മറിച്ച് ഒരു 12,000 രൂപ മുതൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ 240 വാട്ട്സിൻ്റെ മോട്ടറും ഒരു 7 AH ബാറ്ററിയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 12,000 രൂപ മുതലൊക്കെ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ മോട്ടറും ബാറ്ററിയൊക്കെ ചൂസ് ചെയ്യണേ. ഇപ്പം ചെറിയൊരു ആവശ്യവും കാര്യങ്ങളൊക്കെയാണ്, നിരന്ന സ്ഥലമാണ്, സിറ്റിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 250 വാട്ട്സിൻ്റെ മോട്ടറിൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ സൈക്കിള് പഴയ സൈക്കിള് പെയിൻ്റൊക്കെ അടിച്ചു. അതിൻ്റെ ഫ്രണ്ട് വീല് നമ്മൾ മാറ്റി, ഫ്രണ്ട് വീല് ഇട്ടു. പിന്നെ ചെയിനും സ്പോക്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പെയിൻറ്റ് അടിച്ചതാണ്. ഇത് സൈക്കിൾ കടക്കാരൻ തന്നെ പെയിൻറ്റ് അടിച്ച് തന്നതാണ്, ഇതിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടേ. അപ്പോൾ ഹാൻഡിലാണ് നമുക്ക് കാര്യമായിട്ട് ഇതിൻ്റെ ബ്രേക്ക് ലിവറും നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ളത്. വീല് പിന്നെ ശരിക്കും ഇഞ്ച് നോക്കിയിട്ട് നമ്മളത് ഫിറ്റ് ചെയ്യാനേ ഉള്ളൂ. വീലിന് പ്രത്യേകിച്ചൊന്നുമില്ല. വീല് ഇഞ്ച് നോക്കിയിട്ട് എത്ര ഇഞ്ചിൻ്റെ ആണോ നമ്മുടെ സൈക്കിൾ, ആ ഇഞ്ചിൻ്റെ റിമ്മായിരിക്കണം. അത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് വരുന്നത് ഹാൻഡിലേൽ ഘടിപ്പിക്കാനുള്ളതാണ്. ഇപ്പം ഡിസ്പ്ലേ നമ്മളവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേയും അതിൻ്റെ സ്വിച്ചും ഒരു ഭാഗത്തെ ബ്രേക്ക് ലിവറും. ഇനി മറ്റേ ഭാഗത്തെ ബ്രേക്ക് ലിവറും അതിൻ്റെ നമ്മുടെ ത്രോട്ടിലും ഇവിടെ കണക്ട് ചെയ്യാം. അപ്പം അതിന് ആദ്യം നമുക്ക് ത്രോട്ടിലിടാം. ത്രോട്ടിലെന്ന് പറയുമ്പോൾ ആക്സിലേറ്റർ, നമ്മൾ ആക്സിലേഷൻ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കറക്റ്റായിട്ട് പൈപ്പ് അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് വരുന്നത്. അപ്പോൾ എല്ലാത്തിനും കയറുന്ന രീതിയിലായിരിക്കും.
ഇതിപ്പോൾ ഞാൻ ചെയ്യണത് നമ്മുടെ അടുത്ത് കവലയിലുള്ള സൈക്കിൾ ഷോപ്പിൽ നിന്നാണ്. അപ്പം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സൈക്കിൾ ഷോപ്പ് പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് നമുക്കത് ചെയ്തു തരും. അപ്പോൾ ആ ത്രോട്ടിലിട്ടു, ബ്രേക്ക് ലിവറും വെച്ചു, പിന്നെ അതിൻ്റെ ഇടിയും ഇട്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉറപ്പിക്കണം. ഇത്രേ വേണ്ടൂ. ഈ കാര്യം മാത്രമേ നമുക്ക് സൈക്കിൾ ഷോപ്പിൽ പോയിട്ട് ചെയ്യുവാണെങ്കിൽ ചെയ്യാനുള്ളൂ. കാരണം ഹാൻഡിലിൽ ഉള്ള സംഭവങ്ങൾ വെക്കാൻ അത് അറിയുന്നവരാണെങ്കിൽ നമുക്ക് തന്നെ വെക്കാം, സ്വന്തമായിട്ട് വെക്കാൻ പറ്റും അത്. കാരണം ഈ പിടിയൊക്കെ വാങ്ങാൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് കൊടുത്തത്. പിന്നെ അതുമല്ല, ഇത് ശരിക്കും പഴയ സൈക്കിളായിരുന്നു. അത് പെയിൻ്റൊക്കെ അടിച്ച് ഇവർ തന്നെ, സൈക്കിൾ കടക്കാർ തന്നെ എനിക്ക് റെഡിയാക്കി തന്നതാണ്. ബാക്ക് ടയറൊന്നും ഇല്ലായിരുന്നു, വെറുതെ കിടന്ന സൈക്കിളിൻ്റെ ആ പൈപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയാം ശരിക്കും. അപ്പോൾ ബാക്കി എല്ലാം ഇവിടുന്ന് ഫിറ്റ് ചെയ്തതാണ്. അപ്പം ഈ സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ബാറ്ററിയുടെ കണക്ഷനാണ്. ബാറ്ററിയുടെ കണക്ഷന് ഞാൻ ആ പിന്ന് കിട്ടാത്തതുകൊണ്ട് അത് പ്ലസും മൈനസും ശരിക്കും ഷോൾഡർ ചെയ്തതാണ്, പിന്നില്ലാത്തതുകൊണ്ട്. അപ്പം ആ ഒരു ടൈപ്പ് പിന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് പ്ലസും മൈനസും ഷോൾഡർ ചെയ്ത് കൊടുത്തതാണ്. അതായത് ഈ ബാറ്ററിയുടെ കേബിൾ എന്ന് പറയുമ്പോൾ നല്ല വണ്ണം ഉണ്ടാവും ഇത്. അപ്പോൾ ഷോൾഡർ ചെയ്ത് എടുക്കാൻ ഒരു 3 ഭാഗത്തേക്കൊക്കെ പിരിച്ചു വെച്ച് ഷോൾഡർ ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കണം ഷോൾഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്രിമ്പ് ചെയ്തിട്ടാലും മതി. പിന്നെ വരുന്നത് നമുക്ക് ബാക്കിൽ, കാരണം ഈ ബാറ്ററിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ബോക്സ് അടിച്ചു സൈഡിൽ. അത് ശരിക്കും വെൽഡ് ചെയ്ത് വെച്ചതാണ്. വെൽഡ് ചെയ്തിട്ട് നമ്മളവിടെ ബോക്സ് ചെയ്യുക ചെയ്തത്. അതും അടുത്ത വെൽഡിങ് കടയിൽ പോയിട്ട് നമ്മുടെ സുഹൃത്ത് തന്നെ ഉണ്ട്, പുള്ളിയോട് പറഞ്ഞിട്ട് ചെയ്യിച്ചതാണ്. അപ്പം പുള്ളി കറക്റ്റായിട്ട് അത് വെൽഡ് ചെയ്യാനുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെ അടിച്ചു തന്നു. അതിൽ നമ്മൾ ബോക്സ് ഇറക്കി വെച്ചു. പിന്നെ അതിന് ഹോളിടേണ്ട കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഹോളൊക്കെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടും, അതായത് കേബിളുകളൊക്കെ പുറത്തിടാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് സൈഡിൽ കൂടെ. ഓക്കെ, ഇപ്പം നമ്മളിതെല്ലാം കണക്റ്റ് ചെയ്ത് വെച്ചു. കണക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കേബിളുകളൊക്കെ കൊടുക്കാം. സാധാരണ ബ്രേക്ക് ലിവറിൽ നിന്ന് പോകുന്ന കേബിൾ ബ്രേക്ക് ലൈനറിലേക്ക്, അതുപോലെ ബ്രേക്ക് ലൈനറിലേക്ക് പോകുന്ന കേബിളുകളാണ്. ബാക്കിയുള്ളത് ഇലക്ട്രിക്കൽ കേബിളുകളാണ് നമ്മൾ കണക്ഷൻ കൊടുക്കാനുള്ളത്. നമുക്ക് കണക്ഷൻ കൊടുക്കാനുണ്ടാവും ഇലക്ട്രിക്കൽ കേബിളുകളാണ്. ബ്രേക്കേലും 2 ബ്രേക്കേലും ഉണ്ടാവും, അതുപോലെ തന്നെ ഡിസ്പ്ലേയിലുണ്ടാവും. ഈ 4 കേബിളാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അത് 4 കേബിളും ഈ 4-in-1 കേബിൾ, മുമ്പ് പറഞ്ഞ പോലെ 4-in-1 കേബിള് എൻ്റെ ഒരറ്റം, 4 ഭാഗങ്ങളിലെ ആ ഒരറ്റത്താണ്. അത് കളർ കോഡ് നോക്കിയിട്ട് കറക്റ്റ് അങ്ങ് കൊടുത്താൽ മതി. കളർ നോക്കുക, അതേ കളറിൽ അങ്ങ് കൊടുത്താൽ മതി. വേറെ ഒന്നുമില്ല, ശ്രദ്ധിക്കാനൊന്നുമില്ല. ഒരേ കളറായിരിക്കണം. അതുപോലെ അതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റ് ആയിരിക്കണം. കണക്ട് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ ആരോ മാർക്കുണ്ട്, ആരോ മാർക്കൊന്ന് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ എഡ്ജ്, അതിൻ്റെ ഉള്ളിലൊരു ഗ്രിപ്പൊക്കെ ഉണ്ട്, അതൊന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് ഇടണം. മെയിൽ ആൻഡ് ഫീമെയിൽ കണക്ടറാണ് വരിക. അപ്പം അത് കറക്റ്റായിട്ടാണോ നേരൊക്കെയാണോ വെച്ചതെന്ന് അറിയാൻ പുറത്ത് ഒരു ആരോ മാർക്കൊക്കെ ഉണ്ട്. അതൊന്നൊക്കെ നോക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ ടപ്പെന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ടിൽ അതങ്ങ് പ്രസ്സായിട്ട് ഇതായിക്കോളും. ഇത് വാട്ടർ പ്രൂഫ് കേബിൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നന്നായിട്ടൊരു ബലം ഉണ്ടാവും പ്രസ് ചെയ്യുമ്പോൾ. ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഫ്രീ ആയിട്ട് പോകുന്ന പോലെ ഉണ്ടാവും. അപ്പം പ്രസ് നന്നായിട്ട് അടുത്ത് നിൽക്കും. അത് ഓരോന്നും കളറ് നോക്കിയിട്ട് കണക്ട് ചെയ്യുക. റെഡിലും ഓറഞ്ചിലും അതുപോലെ തന്നെ ബ്ലൂവിലും ഒക്കെ കൊടുത്ത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ആ 4 കേബിളും നമ്മൾ കണക്റ്റ് ചെയ്തു. ആ കേബിളിൻ്റെ അങ്ങേ അറ്റം നമ്മൾ കൺട്രോളയിൽ കണക്ട് ചെയ്തു.
ഇത് കൺട്രോളറിൻ്റെ അത് ഒരറ്റം കൺട്രോളറിൽ കണക്ട് ചെയ്തു. പിന്നെ ബാക്കി വരുന്നത് ഒരു കേബിളാണ്. അത് പെഡലിൻ്റെ പാസ് ഉണ്ട്, പെഡൽ പാസ്. അതായത് പെഡൽ വഴി നമുക്ക് ഇതിൻ്റെ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചവിട്ടി കഴിഞ്ഞാൽ അങ്ങ് പോകും, നമുക്ക് ത്രോട്ടലിൻ്റെ ആവശ്യമില്ല. ചവിട്ടി കഴിഞ്ഞാൽ സ്പീഡ് ചവിട്ടി കഴിഞ്ഞാൽ അങ്ങ് സ്പീഡിൽ അങ്ങ് കറങ്ങും. അങ്ങനെ റിവേഴ്സ് കറക്കുമ്പം നമുക്ക് ആ മോട്ടറിൻ്റെ കണക്ഷൻ ഒഴിവാക്കിയിട്ട് ബ്രേക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് കറക്കിയാൽ മതി. അതിനൊക്കെ വേണ്ടിയിട്ടാണ് പെഡൽ പാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്തു. അപ്പം കേബിളിൽ നിന്ന് നമ്മൾ ബാറ്ററിയിലേക്കുള്ള വയറും അതുപോലെ തന്നെ 4-in വയറും കേബിളും കൊടുത്തു. പിന്നെ കൊടുത്തത് മോട്ടറിലേക്കുള്ള കേബിളാണ്. അപ്പോൾ നമ്മൾ അത് കേബിൾ ടൈ ഇട്ടിട്ട് ശരിക്ക് കേബിൾ ടൈ ഉപയോഗിച്ചിട്ട് ടൈ ചെയ്യുകയാണ്. സിപ്പ് ടൈ. ഇപ്പം ഞാൻ ബ്ലാക്ക് ആയിരുന്നു ആദ്യം ചെയ്തത്. ബ്ലാക്ക് കിട്ടാത്തതുകൊണ്ട് പിന്നെ വൈറ്റാണ് ഇവിടെ കിട്ടിയത്. അതുകൊണ്ടാണ് വൈറ്റ് ചെയ്യണത്. അപ്പം ബ്ലാക്ക് കിട്ടുമ്പോൾ അത് ഞാൻ മാറ്റും. അത് കറക്റ്റായിട്ട് നമ്മൾ കേബിള് പൈപ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നോക്കിയിട്ട് അടിയിൽ കൂടെ കൊടുത്തിട്ട് ഒന്ന് കേബിൾ ടൈ ചെയ്യാം. അപ്പോൾ കേബിൾ ടൈ വലിച്ചതിന് ശേഷം ബാക്കി വരുന്നത് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. പിന്നെ നമ്മൾ കേബിള് ശരിക്ക് ഞാൻ ആ ബോക്സിലേക്ക് ഇറക്കി. ആദ്യം ഹോളൊക്കെ ഇട്ടുകൊണ്ട് ആ ബോക്സിലേക്ക് ഇറക്കാൻ നമുക്ക് എളുപ്പമായിരുന്നു. അപ്പം ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട് കേബിള്. ശരിക്കുള്ള കണക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടുത്താൽ മതി. അത് നമുക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പം നമ്മൾ മോട്ടറിൻ്റെ കണക്ഷനാണിത്. മോട്ടറിൻ്റെ കണക്ഷനാണ് ഇപ്പം ഞാൻ കയ്യെ പിടിച്ചേക്കണേ. അതാണ് കണക്ട് ചെയ്യണത്. മോട്ടറിൻ്റെ കണക്ഷനും 4-in-1 കണക്ഷനും മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് കണക്ട് ചെയ്യാൻ. പിന്നെ പെഡലിൻ്റെ കണക്ഷനാണ്. അതും കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ വേണ്ടൂ. പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ ആ ബോക്സിലേക്ക് തന്നെ ഇട്ടു. അപ്പം ഇപ്പോൾ വയറെല്ലാം ഉള്ളിൽ പോയി. വയറും ബാറ്ററിയും എല്ലാം ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ആ 4-in-1 കണക്ടറാണ്. 4-in-1 കണക്ടർ അതും കണക്ട് ചെയ്തു. കറക്റ്റ് നോക്കിയിട്ട് ആരോ മാർക്ക് നോക്കിയിട്ട് കറക്റ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ബോക്സിലേക്ക് ആക്കി. കണക്ഷനൊക്കെ കൊടുത്തു. കറക്റ്റാണ്, ഒന്നുമില്ല. ഓൺ ചെയ്ത് ഓടിച്ച് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മോട്ടർ സെലക്ട് ചെയ്യാം. മോട്ടർ 250 വാട്ട്സിൻ്റെ മോട്ടറുണ്ട്. അതുപോലെ ബാറ്ററിയും നിങ്ങളുടെ ആവശ്യാനുസരണം സെലക്ട് ചെയ്യാം. ബഡ്ജറ്റിനനുസരിച്ചും നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചും ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ സൈക്കിള് നമ്മൾ അത്യാവശ്യം നമ്മുടെ എല്ലാ ദൈനംദിന ഉപയോഗത്തിനും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാനിപ്പോൾ ചെയ്തതിൻ്റെ ഒരു പ്രത്യേകത, എനിക്ക് ആവശ്യം വരുമ്പോൾ എനിക്ക് കവലയിൽ പോകാനും അതിൻ്റെ ടൗണിൽ പോകാനും പോയി വരാനും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാനും കൊണ്ടുവരാനും, ഇനി ആരെങ്കിലും ഒരാളൊക്കെ ഉണ്ടെങ്കിൽ ബേക്കിൽ കയറ്റിയിട്ടൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെസിഫിക്കേഷനിൽ ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയും നിങ്ങളുടെ
ഏരിയ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രദേശത്തിൻ്റെ ഘടനയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ള പോലെ നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നിങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് 250 വാട്ട്സിൻ്റെ മതിയോ അല്ലെങ്കിൽ 500 വാട്ട്സിൻ്റെത് മതിയോ അല്ലെങ്കിൽ 1000 വാട്ട്സ് വേണോ, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ കമ്പനിയുടെ സാധനങ്ങൾ മേടിക്കുമ്പം അതിൽ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. ആ ഒരു സ്പെസിഫിക്കേഷനിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ അങ്ങനെ വാങ്ങാനും പറ്റും. അപ്പോൾ ആൾക്കാർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് നോക്കാൻ പറ്റും. ഞാൻ ചെയ്തിട്ടിപ്പോൾ ഓൾറെഡി കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെയ്തതിന് ശേഷം വീഡിയോ ചെയ്തതിന് ശേഷം ഇതൊക്കെ ചെയ്തതിന് ശേഷം 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 6 മാസമായിട്ട് ബാറ്ററിക്കോ ഒരു കുഴപ്പമില്ല. ബാറ്ററി ഞാനിവിടെ ലോക്കലിൽ നിന്ന് മേടിച്ചതാണ്. പാക്കേജായിട്ട് മൊത്തമായിട്ട് കിട്ടും. അപ്പം ഇതിൻ്റെ ഈ പ്രോഡക്ട്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, വിളിച്ച് ചോദിക്കാം. അപ്പം അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാലും അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരും. കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങളോ ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്താൽ ഞാൻ മെൻഷൻ ചെയ്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ ഒരുപാട് ഞാൻ എൻ്റെ ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു 4 വീൽ ഒരു ടാറ്റ സുമോ ഗ്രാൻഡ് പഴയൊരു വണ്ടിയുണ്ട്. അതൊക്കെ മൊത്തം ഓട്ടോമേഷൻ ചെയ്തിട്ട് ഒക്കെ അടുത്ത വീഡിയോയിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇതുപോലത്തെ ഒരുപാട് ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മുന്നേയും ഒരുപാട് വീഡിയോസ് ഉണ്ട്. അഗ്രികൾച്ചർ ഓട്ടോമേഷനും ഹോം ഓട്ടോമേഷനും അതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ഡിസൈനിങ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ചാനലുണ്ട്, നിങ്ങൾക്ക് എല്ലാം റെഫർ ചെയ്ത് നോക്കാം. അതിനൊക്കെ ഫീഡ്ബാക്ക് തരാം. അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.